ഇതുപോലൊരു വിങ്ങലുമായിട്ട് കഴിയുന്ന ഒരാളുണ്ട്, അതാണ് ഞാൻ കൊണ്ടുവരാൻ. രവി വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാം. എൻ്റെ അനിയനും രവി ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. രവി പട്ടാളത്തിലായി. പട്ടാളക്കാരുടെ അങ്ങനെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ താല്പര്യമുള്ള ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് മാത്രമേ അറിയുമായിരുന്നു എനിക്ക് ആദ്യം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പടിക്കൽ രവി നിൽക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു, മാഷേ ഒരു തിരക്കഥ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലാണ്, അതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ഒരു 10 ദിവസം ലീവ് എടുത്ത് എവിടെയെങ്കിലും താമസിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്, അയ്യോ എനിക്ക് സൗകര്യം ഉണ്ടാവില്ലല്ലോ, ലീവ് എടുക്കാനൊക്കെ 10 ദിവസം ലീവ് എടുക്കാനൊക്കെ വിഷമമാണ്, അതുകൊണ്ട് അത് വിഷമമാണ് എന്ന് പറഞ്ഞ് ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. വളർന്നു വരുന്ന പ്രഗത്ഭനായ ഒരു സംവിധായകൻ തന്ന ഒരു ക്ഷണമാണ് ഞാൻ നിരസിച്ചത്. അതിലെനിക്ക് ഇപ്പോഴും പ്രയാസമുണ്ട്. രവി എന്ന് വിളിക്കുന്നത് എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചുകൊണ്ടാണ് കേട്ടോ. രവിക്ക് അതിൽ വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല. വിഷമം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. എതിരെ കണ്ട നിങ്ങൾ വേറെ പല ആൾക്കാരുടെ മനസ്സിലും എങ്ങനെ ഇട്ടിരിക്കുകയാണ്. മൂപ്പർ ഞാൻ ഇട്ടതല്ലല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ സ്വയം കൃതാർത്ഥം. കീർത്തിച്ചക്കയുടെ തിരക്കഥ. എനിക്ക് എന്നിൽ ഒരു സിനിമാക്കാരനെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് എൻ്റെ വളരെ ക്ലോസ് സുഹൃത്തുക്കൾ, 1 രഞ്ജിത്ത് ഡയറക്ടർ, 2 രഞ്ജി പണിക്കർ, 3 സിബി ഉദയൻ, ഈ 3 പേരുടെ അടുത്തും ഞാൻ ഈ കഥ എഴുതാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. രഞ്ജിത്ത് ഈ കഥ മുഴുവൻ അങ്ങ് കേട്ടിട്ട് പറഞ്ഞു, അദ്ദേഹം വേഗം വിളിച്ചിട്ട് ബോംബെയിൽ ആരെയും വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു കഥയുണ്ട്, ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുന്നു. രഞ്ജിത്ത് പറഞ്ഞു, ഇതിനകത്ത് ഞാനൊന്നും ചെയ്യാലടാ, നീ വിട്ടേക്കുന്നു. ഞങ്ങൾ എടാപൊടാന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ ഞാനും രഞ്ജിത്തും രഞ്ജി പണിക്കരും. പിന്നെ ഞാൻ രഞ്ജി പണിക്കരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോഴും എനിക്ക് വിശ്വാസം ഞാൻ എഴുതിയത് തന്നെയാണോ കഥ എന്നുള്ളത് എനിക്കറിയില്ല. രഞ്ജി പണിക്കർ ഫുൾ ഇരുന്നിട്ട് കേട്ടു, കഥയെല്ലാം കേട്ടിട്ട് പറഞ്ഞു, എടാ ഇതിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അതിന് എൻ്റെ രീതിയിലൊരു ഡയലോഗ് എഴുതാനുള്ളതൊന്നുമില്ല, ഒന്നുമില്ല, ഇതിൽ നീ പറയുന്നത് തന്നെയാണ് ഡയലോഗ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, രഞ്ജി ഇത് തന്നെ മതിയോന്ന് വെച്ചു. മതിയെന്ന്. അത് കഴിഞ്ഞ് അവസാനം ഞാൻ സിബി ഉദയൻ, കൂട്ടുകാരാണ്, അവരെ വിളിച്ചിരുത്തി കഥ കേൾപ്പിച്ചപ്പം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ലാസ്റ്റ് 40 മിനിറ്റ് എന്ന് പറയുന്നത് ചേട്ടൻ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ റേപ്പ് ഞങ്ങൾ എന്താ എഴുതുക, റേപ്പ് എന്താണ് ചെയ്യേണ്ടത്, ഇത് ചേട്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ ഇവരെ വിട്ടു. ഇതെല്ലാം സിനിമ കഴിഞ്ഞ് ഇന്നിപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും അധികം കടപ്പാട്, ഞാൻ എൻ്റെ എല്ലാ സിനിമയിലും അദ്ദേഹത്തിൻ്റെ വോയിസൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ കഥ കേട്ട സമയത്ത് രഞ്ജിത്തിൻ്റെ അടുത്ത് ആരോ ഒരു ഹിന്ദി പടം ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടു. എത്ര സിനിമക്കാരത് ചെയ്യും? ഞാനൊരു സിനിമ ചെയ്തിട്ട് പോലുമില്ല. രഞ്ജിത്ത് എന്നെ ബോംബെക്ക് പറഞ്ഞു വിട്ടു, ഇത് ഹിന്ദിയിൽ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അത് നടന്നില്ല. അതെല്ലാം ഓരോ നിമിത്തമാണത്. രഞ്ജി പണിക്കർ എൻ്റെ അടുത്ത് ഇതിനകത്ത് ഒന്നുമില്ല, നീ ഞാൻ പറഞ്ഞു തന്നെയാണ്, അത് അതുപോലെ എഴുതിയിട്ടുള്ളത് അതുപോലെ സിനിമ ചെയ്തേക്കുന്നു.